മോർണിംഗ്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ദാ വന്ന് നോക്കിക്കേ, സൂര്യൻ ഉദിച്ച് തലയ്ക്ക് മുകളിലെത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആയിട്ടുണ്ട് സമയം. പിന്നെ ഒരു ഓഫ് ഡേ ആണല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ശരിക്കും നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ, ഇതാണ്. ഒരു 6 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കാഴ്ച കണ്ട് നമുക്ക് എണീക്കാം. പക്ഷേ ഇന്നിപ്പോൾ നേരെ നല്ലോണം വെളുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഫ്രഷായി കിച്ചണിൽ വന്നു. ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക? ഒരു ഓട്സ് കേക്ക് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് അത്. ഓട്സ് ബനാന കേക്ക് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സംഭവം നല്ല ഈസിയാണ്, പിന്നെ അത്യാവശ്യം ഹെൽത്തിയാണല്ലോ. സോ എന്തായാലും ഇന്ന് അത് തന്നെ ആവട്ടെ. നല്ലോണം പഴുത്ത ബനാന, ഓട്സ്, എഗ്ഗ്, പിന്നെ ഒരു നുള്ള ഏലക്കാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും, അത്രയും മതി ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുളിച്ച് വരാമെന്ന് വിചാരിച്ചു. കുളിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫീലല്ലേ, അതുകൊണ്ട് പോയി കുളിച്ച് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. നല്ല ടേസ്റ്റി കേട്ടോ, എനിക്കിത് നല്ല ഇഷ്ടമാണ്. കൊള്ളാം, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അത് കഴിഞ്ഞ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളെ ഇങ്ങനത്തെ നല്ല ഒരേപോലെ ഇരിക്കുന്ന ചില്ലിൻ്റെ ഡപ്പകൾ നോക്കി നടക്കുന്നു, എനിക്ക് പൊടികളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടേ. അവസാനം ഞാൻ കണ്ടുപിടിച്ചു. എല്ലാത്തിനും കിട്ടിയില്ല, എന്നാലും ഒരു 4-5 എണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരു വുഡൻ അടപ്പൊക്കെ വന്നിട്ടുള്ളത്. നോക്കിയേ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 കുഞ്ഞു ഡപ്പയിലായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടു. പിന്നെ വറ്റൽമുളകും ചില്ലി ഫ്ലേക്സും എല്ലാം സെപ്പറേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 2 ഒരുപോലെ ഉണ്ട്. പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ളത് കാശ്മീരി ചില്ലി, അല്ലാത്തത് നമ്മുടെ എരിവുള്ള മുളക് പൊടി എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ 2 ബോട്ടിലാണ്, ഇത് കഴുകിയിട്ട് വേണം ഇതിൽ കുറച്ച് സാധനങ്ങളൂടെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇന്നലെ വാങ്ങിയിട്ടേ ഉള്ളേ, അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വയ്ക്കണം. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് മഷ്റൂം ബിരിയാണിയാണ്. മഷ്റൂമൊക്കെ വാഷ് ചെയ്ത് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തെ ഔട്ടർ ലെയർ ഇല്ലേ, അത് മാത്രം ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുള്ളൂ. പിന്നെ കഴുകി അതിൻ്റെ മസാലയൊക്കെ ആക്കി അങ്ങനെ കുക്കിംഗ് ഒരു സൈഡിൽ നടക്കുന്നു. നല്ലതാണ് കേട്ടോ മഷ്റൂം ബിരിയാണി, നല്ല ടേസ്റ്റുണ്ട്. നമ്മളെപ്പോഴും ഈ ചിക്കനും മട്ടനും ബീഫും അതൊക്കെയല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ വെജിറ്റേറിയനൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, ഈ ഡിഷിൻ്റെ റെസിപ്പി ഞാൻ ഒരു വീഡിയോയിൽ ഇറക്കാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ ഇനി നിങ്ങൾ കാണുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമുക്കൊന്ന് പുറത്ത് പോവാം, ഒരു മൂവി കാണാം, പിന്നെ കുറച്ച് ഷോപ്പിംഗ്, അങ്ങനെ. മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ കണ്ണ് ഇതാണ്, ഇനി ലിപ്സ്റ്റിക്ക് കൂടി ഇടും. തെറ്റിപ്പോയി സത്യം പറഞ്ഞാൽ, ഈ ക്യാമറ കൈ പിടിച്ചിട്ടല്ലേ ഇതണേ, അപ്പോൾ തെറ്റിപ്പോയി. എന്ത് മടിയാണെന്നറിയോ ഇപ്പോൾ എനിക്കൊന്ന് ഒരുങ്ങി എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാൻ ഐലൈനർ കൊണ്ട് കണ്ണിൻ്റെ മോൾ ഭാഗമൊക്കെ എഴുതായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്, മെനക്കെടേണ്ടതെന്ന് ഓർത്തിട്ടേ. അപ്പോൾ അതുകൊണ്ട് താഴെ മാത്രം പെൻസിൽ വെച്ചൊന്ന് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ എന്തോ വയ്യായിക വന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും മുഖം കാണുമ്പോഴത്തേനും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓർക്കുന്നേ കമ്മലിട്ടിട്ടില്ലെന്ന്. കമ്മലും ഇടാൻ മടിയാണ്, സെക്കൻഡ് സ്റ്റഡ് ഉണ്ടല്ലോ എന്ന് ഓർത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഓർത്തോ എന്തായാലും ഇട്ടേക്കാന്ന്. ഈ കുഞ്ഞു കമ്മലുണ്ടല്ലോ, കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ഈ ഒരു കമ്മലല്ലാതെ വേറെ കമ്മൽ ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ. ഇപ്പോൾ ഒരു മിനിമലിസ്റ്റിക് സ്റ്റൈലിൻ്റെ ആളാണ് ഞാൻ. പിന്നെ ഇത് കണ്ടോ, ലാലേട്ടൻ പറഞ്ഞില്ലേ ഇതാണ് എൻ്റെ പുതിയ റേപ്പാൻ ഗ്ലാസ് എന്ന് പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ പുതിയ സ്കെച്ചേഴ്സ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നമ്മൾ എമ്പുരാനാണ് കാണാൻ പോകുന്നത്. എനിക്കിഷ്ടമായിട്ടോ പടം. എന്തൊക്കെ നെഗറ്റീവ്സാണ് ഇപ്പോൾ മൂവിക്ക് വരുന്നത് അറിയില്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കണേ, വഴക്കുണ്ടാക്കാൻ ഓരോരോ കാര്യങ്ങളെന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും. എന്തായാലും എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഞാൻ ലൂസിഫർ മൂവി കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇത് ഇഷ്ടമായി കേട്ടോ. ഞാൻ മൂവി കഴിഞ്ഞിറങ്ങിയിട്ട് പുറത്ത് നിന്നപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് എന്നെ നോക്കി ഒളിച്ച് കളിക്കുന്നതാണ് കണ്ടത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ, ലുലുവിൻ്റെ തന്നെ, അങ്ങോട്ടാണ് പോയത്. കുറേ പർച്ചേസ് ഉണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് എന്തെല്ലാം ബാസ്ക്കറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ, നമ്മൾ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡെക്കോർ ഐറ്റംസാണ്, നല്ല ലുക്കായിരിക്കും. ഇപ്പോൾ ഒന്നും വാങ്ങിയില്ല, അതൊക്കെ ഇങ്ങനെ കണ്ട് പോയി. പിന്നെ വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ കണ്ടപ്പോൾ നോക്കുക, ഇതെങ്ങനെയുണ്ട്, ഓരോ ടേബിൾ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നല്ല രസമുണ്ടല്ലേ. അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഫ്ലവർ വീസും ഒക്കെ, എല്ലാം എനിക്കിങ്ങനെ കാണാൻ എന്ത് ഇഷ്ടമാണെന്നറിയോ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ CID മ്യൂസിയത്തിലെ ബിന്ദും പടിക്കലാവും ഞാൻ. അയ്യോ എൻ്റെ മിക്സി, അയ്യോ എൻ്റെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേനും
ഒരു ഷോപ്പിംഗ് മീൻസ് ഒരു ക്ലോത്തൊക്കെ മേടിക്കാൻ പോകുന്ന കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാൻ പോകുന്ന കഴിഞ്ഞു എനിക്കിഷ്ടമാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളില്ലേ, എൻ്റെ ദൈവമേ നല്ല രസമല്ലേ. പിന്നെ ഇതാ ഡ്രസ്സ് എടുക്കാൻ പോയി, അക്ഷയ്ക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരാളെ കണ്ടു. നോക്കിയേ, ഞങ്ങൾ മാച്ചിങ് ആണല്ലോ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഷൂ. ഞാൻ ഒരുമിച്ച് വെച്ച് നോക്കാം എങ്ങനെയുണ്ട്, കൊള്ളാലേ. അക്ഷയ് ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കുന്ന ടൈമിലേ ഞാൻ പുറത്തുനിന്നുള്ള കലാപരിപാടികളാണിത്. എങ്ങനെയുണ്ട് ഈ ഷർട്ട്സൊക്കെ, ഇഷ്ടമായോ? എല്ലാം എൻ്റെ സെലക്ഷനാണ് കേട്ടോ. ഞാനിപ്പം ലൈറ്റ് കളേഴ്സിൻ്റെ ആളാണ്. എനിക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ. പിന്നെ ഇതാ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഓരോന്നൊക്കെ നോക്കുക. ഹണീൻ്റെ സെക്ഷനെത്തിയപ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് തേനീച്ചക്കൂട് അതേപടിയുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് നോക്കുകയാണ്. കൊള്ളാമല്ലേ. പിന്നെ ഇതാ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി നടക്കുക. ഞാൻ ആലു പൊറോട്ട അന്വേഷിച്ച് നടക്കണം കേട്ടോ, അത് കഴിക്കണമെന്ന് തോന്നി. പിന്നെ ഇങ്ങനെ കുറേ നോക്കി, പക്ഷെ എനിക്കത് കിട്ടിയില്ല. എവിടെയായിരുന്നാവോ, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പായിരുന്നു അതിൻ്റെ അകത്ത്. എനിക്ക് ചെറുതായിട്ട് ത്രോട്ട് പെയിനൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമല്ലേ ഇതിങ്ങനെ കണ്ട് നടക്കാൻ. ഈ ഐസ്ക്രീം കണ്ടോ, ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര വൈറലാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, എന്നാലും കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കാൻ കൗതുകം. അങ്ങനെ നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ റിവ്യൂസൊക്കെ കണ്ടിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ. ഇതാ നമ്മൾ അവിടെ നിന്ന് പോവാണ്. പിന്നെ തിരിച്ചു പോണ വഴിക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് പണ്ടൊരിക്കലും നമ്മൾ പോയൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഓർമ്മയില്ലേ. ഇപ്പോൾ പാകിസ്ഥാനി ഫുഡ് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവരുടെ കറികളും അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയാണ്. ഇപ്രാവശ്യം നമ്മൾ മട്ടൻ കുറുമയും പിന്നെ നമ്മുടെ പനീർ കറിയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ റൊട്ടി വാങ്ങി. എന്ത് ടേസ്റ്റാണ് അവരുടെ ഫുഡിന്, അവരുടെ ഗ്രേവി അടിപൊളി. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്. ഒരു വെറൈറ്റി കഴിക്കുന്നൊരു ഫീലിങ്ങും വരും. നമ്മുടെ കേരള ഫുഡല്ലല്ലോ, എന്നാൽ നല്ല ടേസ്റ്റിയാണ് താനും. അതുകൊണ്ട് ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ഞങ്ങൾ ഈ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ല തലവേദന. എനിക്ക് തോന്നുന്നു തണുപ്പടിച്ചിട്ടാന്ന് തോന്നുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മൂടായി. അങ്ങനെ ഒരു ബിസി ഡേ അവിടെ കഴിഞ്ഞു. ഓക്കെ, ബൈ.